സീനിയർ അഭിഭാഷകയെ മർദ്ദിച്ച കേസിൽ മുൻകൂർ ജാമ്യം തേടി ബെയിലിൻ ദാസ് തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിലാണ് ജാമ്യാപേക്ഷ നൽകിയത്. സംഭവത്തിന് പിന്നാലെ ഒളിവിലാണ് ബെയിലിൻ ദാസ്. കമലേഷ് തെക്കേക്കാടുണ്ട്. കമലേഷ്, വിവരങ്ങൾ. അസിത, ഇന്ന് ഉച്ചയോടുകൂടിയാണ് ബെയിലിൻ ദാസ് മുൻകൂർ ജാമ്യം തേടി കോടതിയെ സമീപിച്ചിരിക്കുന്നത്. വഞ്ചിയൂർ ജില്ലാ സെഷൻസ് കോടതിയിലാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുള്ളത്. പ്രധാനമായും ഈ ജാമ്യാപേക്ഷയിൽ പറയുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ഇത് മനഃപൂർവ്വം കരുതിക്കൂട്ടി ചെയ്ത ഒരു കാര്യമല്ല, പെട്ടെന്നുള്ള ഒരു പ്രകോപനത്തിൻ്റെ ഭാഗമായി അബദ്ധത്തിൽ തനിക്ക് സംഭവിച്ചു പോയതാണ്. താനും ഈ അഭിഭാഷകയും തമ്മിൽ വ്യക്തിവൈരാഗ്യമോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ ഇല്ല, അതുകൊണ്ട് തന്നെ ഇത് കരുതിക്കൂട്ടിയിട്ടുള്ള ഒരു ആക്രമണമല്ല എന്ന് സ്ഥാപിക്കാനാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഈ ബെയിലിൻ ദാസ്, പ്രതിയായിട്ടുള്ള ബെയിലിൻ ദാസ് ശ്രമിക്കുന്നത്. ഏതായാലും ഈ മുൻകൂർ ജാമ്യം തേടിക്കൊണ്ടുള്ള ഈ അപേക്ഷ ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ നാളെ ഈ അപേക്ഷ കോടതി പരിഗണിച്ചേക്കാനാണ് സാധ്യത. അതേസമയം ഈ പ്രതി ഇപ്പോഴും ഒളിവിലാണ്. ഈ സംഭവം നടന്നതിന് പിന്നാലെ ഒളിവിൽ പോയ പ്രതിയുടെ 2 മൊബൈൽ ഫോണുകളും സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണുള്ളത്. പോലീസ് ഇയാൾക്കായുള്ള അന്വേഷണം നടത്തുന്നുണ്ട്. അതോടൊപ്പം മറ്റ് നടപടിക്രമങ്ങളെല്ലാം പോലീസും ഊർജിതമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഈ മർദ്ദനമേറ്റ അഭിഭാഷകയെയും കൊണ്ട് ഈ പ്രതിയുടെ ഓഫീസിലെത്തി തെളിവെടുക്കുകയും മഹസർ തയ്യാറാക്കുകയും അവിടുത്തെ ഈ ദൃക്സാക്ഷികളോട് അവരുടെ മൊഴി രേഖപ്പെടുത്തുന്ന അടക്കമുള്ള നടപടികളെല്ലാം കഴിഞ്ഞ ദിവസം പോലീസ് പൂർത്തീകരിച്ചിട്ടുണ്ട്. ഏതായാലും ഈ പ്രതിയെ എത്രയും പെട്ടെന്ന് കണ്ടെത്താനുള്ള ശ്രമങ്ങളാണ് പോലീസ് നടത്തുന്നത്. ഇതിനിടയിലാണ് മുൻകൂർ ജാമ്യം തേടിക്കൊണ്ടുള്ള അപേക്ഷ ഈ പ്രതി ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. അസിത. ശരി, കമലേഷ് തെക്കേക്കാടാണ് വിവരങ്ങൾ നൽകിയത്.